ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് സമയം ഒരു 6 മണി ആവാനായിക്കണ്. അപ്പോൾ 6 മണിക്കൊന്നും തീരെ നേരം വെളുത്തിട്ടില്ല. ഇപ്പം 6:30 6:45 ആവണം നേരം വെളുക്കാൻ. അപ്പം ഇന്ന് നമ്മളെ അയൽവാസിൻ്റെ കുടിരിക്കലാണ് കേട്ടോ. ഒരു പാല് കാച്ചൽ ചടങ്ങാണ് രാവിലെ. അപ്പം അയൽവാസി മാത്രമല്ല, നമ്മളെ നാണിപ്പാക്കാൻ്റെ ചങ്ങായിൻ്റെ കുടിരിക്കലും കൂടിയാണ്. ഇത് നമ്മളെ വീടാട്ടോ താഴെ കാണുന്നത്. അപ്പോൾ നടക്കാനൊക്കെ നമ്മളിപ്പം രാവിലെ നമ്മളെ കുറേ വീഡിയോയിലും പോലെ കണ്ടിക്കണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയ പരിപാടി ആക്കിയിട്ട് സുബൈക്ക് കഴിച്ചേക്കാണ്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഫംഗ്ഷനായിട്ടുള്ള പരിപാടി നടത്തുന്നത്. അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴത്തേന് 8 മണിയൊക്കെ ആവാനായിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ബിരിയാണി കൊടുക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ കാറ്ററിങ് 2 കിലോ ചിക്കൻ ബിരിയാണിയാണ്. അപ്പം നമ്മളാ വീട് അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹോം ടൂർ വേണം എന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണ്ടേ. എന്താ പറയുക, വീട് പണി നടക്കണവർക്ക് ഉപകാരപ്പെടും. നമുക്ക് ഓരോരോ മോഡലും കാര്യങ്ങളും അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. വീട് പണി നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടും. അങ്ങനെ ചട്ടിക്ക സ്റ്റൗവിൽ വെച്ചെടുത്തു. പിന്നെ ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം 2 കിലോ ചിക്കൻ ബിരിയാണിക്ക് 1 കിലോ സവാള എടുത്തത്. അപ്പം നമുക്ക് പൊരിച്ചു കോരാനും തൈരക്കും ഒക്കെപ്പാടെ മസാലയ്ക്കും ഒക്കെപ്പാടെ കേട്ടോ ഈ 1 kg ബിരിയാണിൻ്റെ വീഡിയോ ഞങ്ങൾ ഒരുപാട് കണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം ചിലർക്ക് ഇത് കാണുന്നതന്നെ ഏറെക്കാരം ബിരിയാണിൻ്റെ വീഡിയോ. ചിലർക്ക് കാറ്ററിംഗ് ഒക്കെ നടത്തുന്നവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാറ്ററിംഗ് ഒന്നും ഏറ്റെടുക്കലില്ല. ഇനിയിപ്പം മിഞ്ഞാന്ന് ചിക്കൻ കടായി കൊടുത്തു. അതേപോലെ ഇന്ന് ഈ ബിരിയാണി അങ്ങനെ സുഖമില്ലാത്തതുകൊണ്ടാട്ടോ ഞാനൊന്ന് ഏൽക്കാഞ്ഞത്. അങ്ങനെ ചിക്കനൊക്കെ പൊരിഞ്ഞ് അയക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്നും കുക്കായിട്ടില്ല. നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ചിലർക്ക് ഇഷ്ടം ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുന്നതാണ്, ചിലർക്ക് പൊരിക്കാതെ വെക്കുന്നതാണ് കേട്ടോ. പൊരിക്കാതെ വെക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പൊരിച്ച് വെക്കുമ്പോൾ പിന്നെ അങ്ങനെ ചിക്കൻ ഉടയിലും കേട്ടോ പൊരിച്ചാൽ ആ ഒരു മാറ്റമുണ്ട്. എനിക്ക് ബിരിയാണി വെക്കുമ്പോഴേ പെട്ടെന്ന് ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ കുക്കർക്ക് ഉള്ളിയും അതേപോലെ തക്കാളിയും ഒക്കെ ഇട്ടുകൊണ്ട് വിസിലടുപ്പിച്ചാൽ നല്ലോണം വെന്തെന്താ പറയുക, മസാലയൊക്കെ നല്ലോണം വാടിക്കിട്ടും. അതേപോലെ ബിരിയാണിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മൾ വിചാരിച്ചും ഇങ്ങനെ നമ്മൾ കുക്കറിലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ എനിക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറേ അധികം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയൂല. വലിയ കുക്കറിലൊക്കെ ഇടണമല്ലോ, കുറച്ച് അധികം ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെമ്പിൽ തന്നെ ഇട്ടുകൊണ്ട് അങ്ങനെ വാട്ടി കൊടുക്കലാണ്. അപ്പോൾ ഞാനങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടു. അപ്പോൾ ആ പൊരിച്ച് കോരിയ എണ്ണയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് അയിക്കൊഴിച്ച് കൊടുത്തുകൊണ്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ സ്റ്റൗവിൽ വെച്ചെടുത്തു. നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ അരി ഒന്ന് മാറ്റി പിടിച്ചിരിക്കണം കേട്ടോ. ഇന്ത്യ ഗേറ്റ് പറഞ്ഞ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നത്. ഞങ്ങൾക്ക് കുക്കറിലൊന്നും ഒരു ദിവസം നെയ്ച്ചോറ് വെച്ച് നോക്കിനി. അപ്പം വല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി അരി തന്നെയാണ്.
പിന്നെ ബിരിയാണി നെയ്ച്ചോറും വെക്കുമ്പം നല്ല മയമുള്ളതും നല്ല ടേസ്റ്റുള്ള അരി നമ്മളെ കൈമൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ കൈമൻ്റെ അരി ഇപ്പം നമുക്ക് വെക്കാൻ കഴിയൂല, കാരണം നമുക്ക് മുതലാവില്ല, നല്ല റേറ്റാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരി ചെറിയ അരിയാണ് കേട്ടോ, ചോറൊക്കെ ചെറുതായിക്കാരം. എന്തായാലും ഫസ്റ്റ് ടൈം അതുകൊണ്ടൊന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പം നമ്മളെ മസാലയൊക്കെ ഞാൻ വേറെ ചെമ്പക്ക് മാറ്റി കൊടുത്തിക്കണം. അപ്പം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ബിരിയാണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കേക്കും കൂടിയും കൊടുക്കാണ്ടായി, അതും കൂടി ഒന്ന് കുറച്ച് വർക്ക് ചെയ്യാണ്ട്, അപ്പോൾ അതും കൂടി ചെയ്തൊന്ന് കൊടുക്കട്ടെ. ഇത് റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ്. അപ്പം ഡിസൈന് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് അതിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. കസ്റ്റമർ നമുക്ക് മോഡൽ അയച്ചു തരികയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് പണി കഴിയും. നമുക്ക് ആ മോഡൽ നോക്കിയാണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അവനാൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുണ്ടാക്കിയാണ്ട് ഏത് മോഡൽ ചെയ്യുന്നുള്ള അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിക്കാരം. അതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.